ശ്രീനാരായണ ഗുരുദേവനും മാലിക്കുമിന് ദീനാറും മന്നത്ത് പത്മനാഭനും വക്കം മൗലവിയും അടക്കമുള്ള അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകർ ഉഴുതുമറിച്ച് നമ്മുടെ കൈകളിൽ സമ്മാനിച്ച അതിമനോഹരമായ ഈ പുണ്യഭൂമിയെ, ഗോഡ്സ് ഓൺ കൺട്രി കേരളം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്. അറബിക്കടലിന്റെ തീരത്താണ് ഞാൻ നിൽക്കുന്നത്. കടൽ തിരമാലകൾ ആസ്വദിച്ചുകൊണ്ട് ജലീൽ പുനലൂർ സംസാരിക്കുന്നു. നോക്കൂ, എത്ര മനോഹാരിതയാണ് നമ്മുടെ ഈ തിരമാലകൾക്ക്. അറബിക്കടലിന്റെ ഓളങ്ങളെ തലോടിയെത്തുന്ന ഈ മന്ദമാരുതനും അങ്ങ് അകലെ സഖ്യപർവ്വതത്തിൽ നിന്നും ഈർന്നു വരുന്ന ആ ഊഷ്മളമായ കാറ്റും മലയാളിക്ക് നൽകുന്ന ഒരു സന്ദേശം അതെത്ര വലുതാണ്. കേരളം സത്യത്തിൽ അതിൻ്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കേരളം വിട്ടൊരു ലോകത്തിലേക്ക് നമ്മൾ പോകണം. ഹരിതാഭമായ മനോഹാരിത നിലനിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സാമൂഹിക സുരക്ഷയുള്ള, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല സാക്ഷര സമ്പന്നരായ ജനതയുള്ള, എല്ലാ വിഭവങ്ങളുമൊത്ത, ലോകം മുഴുവനും വാഴ്ത്തുന്ന പ്രിയപ്പെട്ട മലയാളം, നമ്മുടെ കേരളക്കര നാളികേരത്തിൻ്റെ സ്വന്തം നാടാണ്. ആ നാട് അനന്തമായ സാധ്യതയുള്ള ഒരു വിഭാഗം, ഒരു ഡിപ്പാർട്ട്മെന്റാണ് ടൂറിസം. കേരളത്തിൻ്റെ മഹത്തായ ടൂറിസം സംവിധാനങ്ങളെ എത്ര കണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായി എന്നുള്ളത് ഓരോ മലയാളിയും തിരിച്ചറിയണം. നിലവിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ടൂറിസം അനന്തമായ സാധ്യതയുള്ള കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്രകൃതിദത്തമായ ഈ വിഭവങ്ങൾ ലോകത്തെ കാട്ടുവാൻ, ലോകത്തിന് സമ്മാനിക്കുവാൻ തീർച്ചയായും ഓരോ മലയാളിക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസത്തെ പരമാവധി നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഒപ്പം മറ്റൊന്നുകൂടി, കേരളം മനോഹരമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ മതത്തിനും ജാതിക്കും വർഗത്തിനും ഭാഷയ്ക്കും അതീതമായി മാനവികതയെ ഉയർത്തിപ്പിടിച്ച ഒരു മഹാനാടാണ് ഈ കേരളം. ശ്രീനാരായണ ഗുരുദേവനും മാലിക്കുമിന് ദീനാറും മന്നത്ത് പത്മനാഭനും വക്കം മൗലവിയും അടക്കമുള്ള അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകർ ഉഴുതുമറിച്ച് നമ്മുടെ കൈകളിൽ സമ്മാനിച്ച അതിമനോഹരമായ ഈ പുണ്യഭൂമിയെ വിദേശ പ്രചാരണത്തിന്റെ വേദിയാക്കരുതെന്ന് എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.